സിറിയയിലെ സംഘർഷ സാഹചര്യത്തിൽ പുത്തൻകുരിശ് സന്ദർശനം വെട്ടിച്ചുരുക്കി യാക്കോബായ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ. മറ്റന്നാൾ പാത്രിയാർക്കീസ് ബാവ ഡമാസ്കസിലേക്ക് മടങ്ങും. ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസ് യാക്കോബായ സഭയുടെ അടുത്ത അധ്യക്ഷനാകും. നിലവിൽ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റിയാണ് ജോസഫ് ഗ്രിഗോറിയസ്. മലയക്കുരിശ് ദയറായിൽ യാക്കോബായ സഭ പരമാധ്യക്ഷൻ പത്രിയാർക്കീസ് ബാവ നടത്തിയ പ്രസംഗത്തിലാണ് പ്രഖ്യാപനം. സ്ഥാനാരോഹണ തീയതി സംബന്ധിച്ച് പിന്നീട് പ്രഖ്യാപനമുണ്ടാകും. അന്തരിച്ച ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവയ്ക്ക് ശേഷം സഭയെ മുന്നോട്ട് നയിക്കാൻ ജോസഫ് മാർ ഗ്രിഗോറിയസിനെ കാതോലിക്ക ബാവയാക്കാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. കൊച്ചി ഭദ്രാസന ചുമതലയുള്ള മെത്രാപ്പോലിത്തയായി 94 ചുമതലയേറ്റ ശേഷം 2019 മുതൽ സഭയുടെ മെത്രാപ്പോലിത്തൻ ആണ് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ്. വെല്ലുവിളികൾ നിറഞ്ഞ കാലത്താണ് സഭയുടെ ചുമതലയേറ്റെടുക്കാൻ ജോസഫ് മാർ ഗ്രിഗോറിയോസ് എത്തുന്നതെന്ന് പത്രിയാർക്കീസ് ബാവ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. We are at rest, we are at peace, knowing that our church here is well taken care of by our beloved brother in Christ, His Eminence More Gregorios Joseph, who is our Malankara Metropolitan, assistant to the Catholicos, and who has been recommended by all church bodies to be the Catholicos, God willing, soon. അതേസമയം പുത്തൻകുരിശ് സന്ദർശനം വെട്ടിച്ചുരുക്കി പത്രിയാർക്കീസ് ബാവ മറ്റന്നാൾ മടങ്ങും. സിറിയയിൽ സംഘർഷം തുടരുന്നതാണ് പെട്ടെന്നുള്ള മടക്കത്തിന് കാരണം. 10 ദിവസത്തെ സന്ദർശനത്തിനാണ് പത്രിയാർക്കീസ് ബാവ കൊച്ചിയിലെത്തിയത്. നാളെ പുത്തൻകുരിശ് പത്രിയാർക്ക കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 40ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനയിലും അനുസ്മരണ സമ്മേളനത്തിലും ബാവ പങ്കെടുക്കും. ജനം, കൊച്ചി.